Hello everyone, welcome back to a very new informative video. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഇതുകൂടാതെ അദ്ദേഹം വിദേശകാര്യ വകുപ്പും കൂടി കൈകാര്യം ചെയ്തിരുന്നു. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു ആദ്യ ഉപപ്രധാനമന്ത്രി. അദ്ദേഹമായിരുന്നു ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത്. ഇന്ത്യയുടെ ആദ്യ പ്രതിരോധ മന്ത്രിയായിരുന്നു ബൽദേവ് സിംഗ്. ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് ഷൺമുഖം ചെട്ടി ആയിരുന്നു. ഇത് പലപ്പോഴും PSC ചോദിച്ചിട്ടുള്ളതാണ്. ആരാണ് ഇന്ത്യയുടെ ആദ്യ ധനകാര്യമന്ത്രി? ഉത്തരം ഷൺമുഖം ചെട്ടി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ജവഹർലാൽ നെഹ്റു മന്ത്രിസഭയിൽ റെയിൽവേയും ഗതാഗത വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് ജോൺ മത്തായി ആണ്. ഇന്ത്യയുടെ ആദ്യ വ്യവസായ മന്ത്രിയായിരുന്നു ശ്യാമപ്രസാദ് മുഖർജി. ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം പറയാനുള്ളത്, ഈ ചാനൽ അതിൻ്റെ ബഡ്ഡിംഗ് സ്റ്റേജിലാണ്. ജൂലൈയിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. PSC പോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഈ ചാനലിൻ്റെ ഉദ്ദേശം. സോ ഈ വീഡിയോ കാണുന്നവർ ഇത് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും തൊട്ടടുത്തുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുകയും ചെയ്ത് ഈ ചാനലിൻ്റെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കുള്ള സജഷൻസ് കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെങ്കിൽ നമ്മളതനുസരിച്ച് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യയുടെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. ഇതും പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ആദ്യ ആരോഗ്യമന്ത്രി ആയിരുന്നു രാജകുമാരി അമൃത് കൗർ. കൃഷി വകുപ്പും ഭക്ഷ്യവകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. റാഫി മുഹമ്മദ് ആയിരുന്നു വാർത്താവിനിമയ മന്ത്രി. ഇന്ത്യയുടെ ആദ്യ തൊഴിൽ മന്ത്രിയായിരുന്നു ജഗ്ജീവൻ റാം. പൊതുമരാമത്ത് വകുപ്പും ഊർജ്ജ വകുപ്പും കൈകാര്യം ചെയ്തിരുന്നത് നർഹരി വിഷ്ണു ഗാഡ്ഗിൽ ആയിരുന്നു. ഇന്ത്യയുടെ ആദ്യ വാണിജ്യ മന്ത്രിയായിരുന്നു CH ബാബ. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.